നമ്മുടെ പ്രപഞ്ചം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞാണ്. അതിൽ വളരെ അപകടകരമായ ചില സ്ഥലങ്ങളുണ്ട്. ജീവൻ പോലും നിലനിൽക്കാത്ത ചില സ്ഥലങ്ങൾ. നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചാണ്. ഒരു നക്ഷത്രം അത് പൊട്ടിത്തെറിച്ച് ചുരുങ്ങി പിന്നീടൊരു ബ്ലാക്ക് ഹോളായി മാറുന്നു. അവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഗ്രാവിറ്റിയാണ് അവിടെ ഉള്ളത്. ഒരു പ്രകാശത്തിന് പോലും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി കാരണം നമ്മൾ ഒരു നേർത്ത വര പോലെയാകും. ഇതിനെ നമ്മൾ സ്പെഗറ്റിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ബ്ലാക്ക് ഹോളിൻ്റെ മധ്യഭാഗത്തെ സിംഗുലാരിറ്റി എന്നാണ് വിളിക്കുന്നത്. അവിടെ എത്തുന്ന എന്തും അപ്രതീക്ഷിതമാകും. ഈവൻ നമ്മുടെ സമയം പോലും അവിടെ നിശ്ചലമാകും. അതായത് എന്ത് അതിനുള്ളിൽ കടന്നാലും തിരിച്ച് ഇങ്ങോട്ടൊരു യാത്രയില്ല. ഈ ഗ്രാവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സമയം പോലും അവിടെ നിൽക്കും. ഒരു ഉദാഹരണത്തിന് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തൊരു മനുഷ്യൻ പോയി എന്ന് കരുതുക. ആ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള മനുഷ്യനും നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യനും ഉള്ള സമയത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ആ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള മനുഷ്യൻ്റെ സമയം വളരെ പതുക്കെയായിരിക്കും മൂവ് ചെയ്യുക. പക്ഷേ അവിടെ നിൽക്കുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല. അവർക്ക് നോർമൽ രീതിയിൽ തന്നെയായിരിക്കും സമയം പോവുക. പക്ഷേ ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പം ബ്ലാക്ക് ഹോളിൻ്റെ സമയം ഒരുപാട് മെല്ലെയായിരിക്കും സഞ്ചരിക്കുക. ഇതിന് ടൈം ഡയലേഷൻസ് എന്നാണ് പറയുക. ഈ ടൈം ഡയലേഷനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് ഹോളിനെ പോലെ തന്നെ ഇനിയും അപകടകരമായ സ്ഥലങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. നമുക്കതേക്കുറിച്ച് നോക്കാം. ന്യൂട്രോൺ സ്റ്റാർസ്. ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച് അതൊരു ന്യൂട്രോൺ സ്റ്റാറായിട്ട് മാറുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതാണ്. പക്ഷേ ഒരു സ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏകദേശം 1 ബില്യൺ ടൺസ് ഭാരം കാണുമെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചില ന്യൂട്രോൺ സ്റ്റാർ വളരെ വേഗത്തിൽ ചുറ്റും. അതിനെ നമ്മൾ പൾസാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ എനർജി ബീം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ ജീവൻ തന്നെ ഇല്ലാണ്ടാകും. അത്രക്കും പവർഫുള്ളാണ് ന്യൂട്രോൺ സ്റ്റാർസ്. ഈ ന്യൂട്രോൺ സ്റ്റാർസ് പോലെ തന്നെ വേറൊരു അപകടം നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കോസ്മിക് റേസ് ആൻഡ് ഗാമ റേ ബേസ്റ്റ്. ബഹിരാകാശത്തിലൂടെ പറക്കുന്ന ചെറിയ പക്ഷെ വളരെ ഭീകരകരമായ ചില കണങ്ങളുണ്ട്. അതാണ് കോസ്മിക് റേസ്. പക്ഷേ അതിനേക്കാളും ശക്തമാണ് ഗാമ റേ ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി നമ്മുടെ സൂര്യൻ അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതലാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇത് എത്ര പവർഫുൾ ആയിരിക്കുന്നു. അടുത്തത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. ഇതിന് ലക്ഷക്കണക്കിന് നമ്മുടെ സൂര്യൻ്റെ അത്ര ഭാരമുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ അത് ഏകദേശം 26,000 പ്രകാശവർഷം അകലെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പോകുന്ന ഏതൊരു നക്ഷത്രവും പൊട്ടിച്ചിതറിപ്പോവും, അതിനുള്ളിലോട്ട് പോയി പോവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചം ഒരുപാട് അത്ഭുതകരവും അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതുമാണ്. ഓരോ നക്ഷത്രത്തിന് പിന്നിലും ഭീമൻ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും ഇതുപോലത്തെ കൂടുതൽ സ്പേസ് ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.